friends, welcome to Shameeskitchen Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബീഫ് വരളയാണ് കേട്ടോ. ബീഫ് ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ ഒന്ന് ഫേവറേറ്റ് ആയിട്ട് മാറാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ബീഫ് വരള എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ബീഫ് വരള തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കിലോ അളവിൽ ഞാനിപ്പോൾ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് നമുക്ക് ഈ ബീഫ് വരള തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. 1/2 കിലോ ബീഫിന് നമുക്കൊരു 2 മീഡിയം സൈസിലുള്ള സവാള ആവശ്യമായിട്ടുണ്ട്. നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. കൂടെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് നമ്മുടെ ഈ ബീഫിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അതും കൂടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കുകയാണ്. നമ്മുടെ ബീഫിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാകും. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ കൂടി വെള്ളം ചേർക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഒരു 7 മുതൽ 8 വിസിൽ വരെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നമ്മുടെ ഈ വിസിലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഒരു 8 വിസിലോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഉടൻ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്നൊന്ന് പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതിലെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളവും ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 15ഓളം ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി. അപ്പോൾ സവാള ഇതിന് പകരമായിട്ട് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ചെറിയ ഉള്ളി തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഉള്ളി എല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. കുറച്ച് സമയം നമ്മളൊന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് തന്നെ വെച്ചിരിക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി. നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഈ ഒരു സമയം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയും മസാലകളും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റണം. അതായത് നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ വെച്ചിരിക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കരുതെങ്കിൽ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ആ മസാലയുടെയൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും ഈ ഒരു സമയം. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 തക്കാളി ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ചേർക്കാം. അപ്പോൾ ഫസ്റ്റിലെ തക്കാളി ചേർത്തിട്ട് പിന്നീട് മസാല ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ചമണമൊന്നും മാറി കിട്ടില്ല. അതിൻ്റെ പേരിൽ ആദ്യം മസാലകളൊക്കെ ചേർത്ത് ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്.
തക്കാളി ചേർത്തിട്ട് ഒരുപാട് സമയത്ത് വഴറ്റണം എന്നുള്ള ആവശ്യമില്ല. അത് ഈ ഒരു രീതിക്ക് തക്കാളി എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഞാനൊന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബീഫ് വേവിക്കാൻ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇനി നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് ഈ മസാലകളെല്ലാം നമ്മുടെ ഈ ബീഫിലേക്ക് ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ഇങ്ങനെ ഇരുന്ന് തിളക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമ്മൾ ഫസ്റ്റിലെ ബീഫ് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. പക്ഷേ ഒരു കുറിയ ചാറോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ബീഫ് വരള എപ്പോഴും കിട്ടേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് വരളെല്ലാം നല്ല സൂപ്പറായിട്ട് ഇതുപോലെ ഒന്ന് കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ബീഫ് വരള കിട്ടാനായിട്ട്. ഇത്രയും കുറുകിയ ചാറ് തന്നെ ധാരാളം മതിയാവും. കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതെന്ന്. നമ്മുടെ ഈ ബീഫ് വരള കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു താളിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. താളിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ താളിപ്പ് നമുക്ക് നമ്മുടെ ഈ ബീഫിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഫ്ലെയിം വെച്ചിരിക്കുകയാണ് കേട്ടോ, കുറഞ്ഞ ഫ്ലെയിം വെച്ചിരിക്കുകയാണ്. അപ്പോൾ താളിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റിലായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ഗരം മസാല പൊടി ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ഈ ബീഫ് വരലേക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരള സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ബീഫ് വരള എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. അതായത് നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൈസിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.